നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കൊലനിലമായി കണ്ണൂർ. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ CPM-നെ വിമർശിച്ച് BJP. പാർട്ടിയിലെ അധികാര തർക്കത്തിന് സംഘടനയെ കരുവാക്കി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ. വിനീഷിന്റെ മരണവും കോടിയേരിയുടെ പത്തനംതിട്ട പ്രസംഗവും ഇതിന് തെളിവെന്നും കുമ്മനം. അതേസമയം കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമെന്ന് പറഞ്ഞ പിണറായിയുടെ പ്രസ്താവന അപഹാസ്യമെന്ന് രമേശ് ചെന്നിത്തല. CPM-നും BJP-ക്കും ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അണികളെ നിലയ്ക്ക് നിർത്തണമെന്നും വിമർശനം. ഇടതു സർക്കാരിന്റെ പോലീസ് നയം കേരളത്തെ ചോരക്കളമാക്കിയെന്ന് VM സുധീരൻ. ഊരിയ വാൾ ഉറയിലിടാൻ BJP-യും CPM-ഉം തയ്യാറാകണം. നാദാപുരം അസ്ലം വധക്കേസിൽ നടക്കുന്നത് ആസൂത്രിതമായ നീക്കമെന്നും ആരോപണം. വാതിലടച്ച് വിഘടനവാദികൾ. സമാധാന ദൗത്യവുമായി കാശ്മീരിലെത്തിയ സർവകക്ഷി സംഘത്തിൽ ഭിന്നത. വിഘടനവാദി നേതാക്കളുമായി ചർച്ച വേണമെന്ന CPM നിലപാടിനോട് യോജിക്കാതെ ഭരണപക്ഷ MP-മാർ. ഇതേ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ഗ്രൂപ്പ് തിരഞ്ഞ് സമവായ നീക്കം. അതേസമയം ഹുറിയത്ത് നേതാക്കളുമായി ചർച്ച നടത്താനുള്ള CPM നീക്കത്തിന് തിരിച്ചടി. കൂടിക്കാഴ്ചയ്ക്കെത്തിയ സീതാറാം യെച്ചൂരിയെ കാണാൻ വിസമ്മതിച്ച് സയ്യിദ് അലി ഷാ ഗിലാനി. യെച്ചൂരിയും രാജയും ഉൾപ്പെടെ സംഘം വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാൻ ഗിലാനി കൂട്ടാക്കിയില്ല. കശ്മീർ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അനന്തര നടപടികൾ സർവകക്ഷി സംഘത്തിന്റെ മടങ്ങിവരവിന് ശേഷം. താഴ്വരയിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന മുഴുവൻ സംഘടനകളുടെയും അഭിപ്രായം പ്രധാനമന്ത്രിയെ അറിയിക്കും. വിശുദ്ധിയുടെ അൾത്താരയിൽ. അഗതികളുടെ അമ്മ ഇനി കൊൽക്കത്തയുടെ വിശുദ്ധ തെരേസ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനാ സമൂഹത്തെ സാക്ഷിയാക്കി മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. മദറിന്റെ തിരുശേഷിപ്പ് അൾത്താരയിൽ സമർപ്പിച്ചതോടെ സാർവത്രിക സഭയ്ക്ക് ഇനി അമ്മയെ വണങ്ങാം. ദിവ്യബലി മധ്യേ നടന്ന പ്രഖ്യാപനത്തിന് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ സാക്ഷിയായത് ലോകമെമ്പാടുമുള്ള 10 ലക്ഷത്തോളം പേർ. മദർ തെരേസയെ അമ്മയെന്ന് വിളിക്കാനാണ് ലോകം ഇഷ്ടപ്പെടുന്നതെന്ന് മാർപ്പാപ്പ. ജീവിതത്തിൽ പിന്തള്ളപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ മദറിന് കഴിഞ്ഞെന്നും അദ്ദേഹം. നല്ല നാളേക്ക് കൈകൊടുത്ത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന നരേന്ദ്രമോദി. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെയും അത് സ്പോൺസർ ചെയ്യുന്നവരെയും ഒറ്റപ്പെടുത്തണമെന്നും പാകിസ്ഥാന് നേരെ പ്രധാനമന്ത്രിയുടെ ഒളിയമ്പ്. G20 ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ബറാക് ഒബാമയുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുമായി നല്ല ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചൈന. ലോകരാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടണമെന്ന് മോദി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.